ഉമർ ഖാലിദിന് നിയുക്തവും സമയബന്ധിതവുമായ വിചാരണ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് US സെനറ്റർമാർ അംബാസഡർക്ക് കത്ത് നൽകി. സെനറ്റർമാരും US കോൺഗ്രസ് അംഗങ്ങളും ഉൾപ്പെടെ 8 പേരാണ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർക്ക് കത്ത് നൽകിയത്. ജിം മക്കോവൻ ഉൾപ്പെടുന്ന സംഘം ഉമർ ഖാലിദിന്റെ മാതാപിതാക്കളെ നേരിൽ കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു. ഉമർ ഖാലിദിന് പിന്തുണ വർദ്ധിക്കുന്നതിൽ വിമർശനവുമായി BHPയും രംഗത്ത്. സജു തോമസ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമൃത, UAPA ചുമത്തപ്പെട്ട് തീഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന് പിന്തുണയുമായി ധാരാളം വിദേശികളടക്കമുള്ള ധാരാളം പേർ, പ്രത്യേകിച്ച് അമേരിക്കൻ ന്യൂയോർക്ക് സിറ്റി ഗവർണറായിരിക്കുന്ന മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട മംദാനി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു വാർത്തയും കൂടി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂയോർക്കിലെ നിയമസഭാ സാമാജികരായിരിക്കുന്ന 8 പേരടങ്ങുന്ന സംഘം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കാണുകയും അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർക്ക് അദ്ദേഹത്തിന് നീതിയുക്തമായ വിചാരണ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതിന് വാർത്ത കൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഉമർ ഖാലിദിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഉമർ ഖാലിദിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പിന്തുണ ഏറുകയാണ്. അന്താരാഷ്ട്ര രാജ്യങ്ങളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് അവരുടെ നിലപാട് ഇന്ത്യയോട് അറിയിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഉമർ ഖാലിദിന് സമയബന്ധിതവും നീതിയുക്തവുമായിട്ടുള്ള വിചാരണ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് വിവിധ തരത്തിലുള്ള വിദേശികൾ, അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലെ അംബാസിഡർമാർ അടക്കമുള്ളവർക്ക് കത്തുകൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഉമർ ഖാലിദ് കഴിഞ്ഞ 5 വർഷത്തിലേറെയായിട്ട് ജയിലിൽ കഴിയുകയാണ്. ജാമ്യം പോലും നൽകുന്നില്ല. അത്തരത്തിൽ വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലെ നിയമസഭാ സാമാജികർ 8 പേരടങ്ങുന്ന നിയമസഭാ സാമാജികർ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കാണുകയും അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയും ഉമർ ഖാലിദിന് നീതിയുക്തമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയർ മംദാനിയുടെ കത്ത് നേരത്തെ പുറത്തു വന്നിരുന്നു. ഉമർ ഖാലിദിന് അകമഴിഞ്ഞ പിന്തുണ ഉറപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ കണ്ടിരുന്നു. അദ്ദേഹം ജയിലിൽ അനുഭവിക്കുന്ന യാതനകളെ പറ്റിയൊക്കെയും സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ പിന്തുണ ഏറുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ BHP വലിയൊരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുക. അല്പസമയം മുൻപാണ് BHPയുടെ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉമർ ഖാലിദ് എന്ന വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് മംദാനി പ്രതികരിക്കുന്നത്? അമേരിക്കയിലും മറ്റു ലോകരാജ്യങ്ങളിലും ഹിന്ദുക്കളും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല? ഉമർ ഖാലിദിന്റെയും ഷജൽ ഇമാമിന്റെയും കാര്യത്തിൽ എന്തുകൊണ്ട് മാത്രമാണ് ഈ മംദാനി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളൊരു വലിയ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ BHP രംഗത്തെത്തിയിരിക്കുന്നത്. ഉമർ ഖാലിദിന് നീതി തേടിയുള്ള ലോകരാജ്യങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഇപ്പോഴും ഏറുകയാണ്. ശരി സജു.